guys, welcome back to my YouTube channel. I'm Hima and you're watching Miss Hima. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തോ കൂടെ കുടിക്കോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള 3 ക്യൂട്ട് DIY ക്രാഫ്റ്റ് കാണാം. അതിൽ ആദ്യത്തേത് ലെമൺ തീമിൽ വരുന്ന ഒരു കീ ഹോൾഡർ ആണ് കേട്ടോ. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു ലെമൺ സ്ലൈസ് ഉണ്ടാകത്തില്ലേ, അതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് പെയിൻറ് ചെയ്ത് കൂടെ കൊടുത്താൽ അതിൻ്റെ ബേസ് റെഡി. പിന്നെ കീ ഹോൾഡർ ആണല്ലോ, അപ്പോൾ കുറച്ച് സ്റ്റിക്ക് കൂടെ ഒട്ടിച്ചു കൊടുത്താൽ കീ ഹോൾഡർ റെഡി. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മോട്ടിവേഷണൽ ഹാങ്ങിങ് വാൾ ഡെക്കോറാണ് കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ ഇത് മാത്രം മതി എന്നുള്ളവർ അത് കണ്ടാലും മതി. ഇനി ഇതുണ്ടാക്കാൻ നമുക്ക് ആകെപ്പാടെ വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും ത്രെഡും പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് പെയിൻറ്റ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഐസ്ക്രീം സ്റ്റിക്സ് ഓരോന്ന് പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് എന്തെങ്കിലും മോട്ടിവേഷണൽ കോട്ട്സ് കൂടെ എഴുതി ത്രെഡിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ നോട്ട് ടു സെൽഫ് എന്നുള്ള കോട്ടാണ് എഴുതി കൊടുക്കുന്നത്. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഒരു കോമ്പ് വെച്ചിട്ട് ത്രെഡിൻ്റെ ലാസ്റ്റ് പോർഷൻസ് ഒന്ന് കോമ്പ് ചെയ്ത് കൂടെ കൊടുത്താൽ ഇത്തിരി ഭംഗിയിൽ അത് നിന്നോളൂ കേട്ടോ. റൂമിലൊക്കെ വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. കാർഡ്ബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ പീസ് കാർഡ്ബോർഡ് അതിങ്ങനെ അങ്ങോട്ട് പീൽ ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ തന്നെ ഇത്തിരി കൂടെ ചെറുത് ആ ഒരു പീസിൻ്റെ 2 സൈഡും കൂടെ പീൽ ചെയ്തെടുക്കണം. അറ്റ് ലാസ്റ്റ് ഒരു കുട്ടി കാർഡ്ബോർഡ് കൂടെ ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ അടിപൊളി ഒരു വാൾ ഡെക്കോർ റെഡി. ഇനി നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്താൽ ഇത്തിരി കൂടെ ഭംഗിയായില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ DIY ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ബൈ.